എനിക്കെല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ നന്നായി വെള്ളം കുടിക്കണം. നോമ്പായാലും നോമ്പിനും നന്നായി വെള്ളം കുടിക്കണം. കാലത്ത് അത്താഴത്തിന് നിൽക്കുമ്പോൾ നന്നായി വെള്ളം കുടിച്ചോ. ഈ മൂത്രത്തിൽ കല്ല് വരും, യൂറിന് കല്ല് വരും കേട്ടോ. നന്നായി വെള്ളം കുടിക്കണം കേട്ടോ. പിന്നെ അത് നോമ്പ് തുറന്നു കഴിഞ്ഞാലും ബാങ്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നന്നായി വെള്ളം കുടിക്കുക, ജ്യൂസ് കുടിക്കുക. ഇല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല് വരും, പിന്നെ യൂറിൻ്റെ കല്ല് വരും കേട്ടോ. ശ്രദ്ധിക്കുക. കല്ല് നല്ല സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. എനിക്ക് വന്നിട്ടുണ്ട്, ഞാൻ പറയാൻ നന്നായി ശ്രദ്ധിക്കുക. മൂത്രത്തിൽ കല്ല് വന്ന് നല്ല സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. വന്നവർക്ക് അറിയുള്ളൂ. ഞാൻ എയർപോർട്ടിൽ നിന്ന് തന്നെ പ്ലെയിനിൻ്റെ ഉള്ളിൽ നിന്ന് കറങ്ങിക്കാണ്, വേദന സഹിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് കറങ്ങി, പിന്നെ പ്ലെയിനിൻ്റെ ഉള്ളിൽ നിന്ന് കറങ്ങി. പ്ലെയിനിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് കറിയുന്നവർക്ക് അറിയാൻ പറ്റില്ല. പ്ലെയിനിൽ നിന്ന് പതുക്കെ ഞാൻ കറങ്ങി, വേദന സഹിക്കാൻ പറ്റാണ്ട്, കല്ലിൻ്റെ വേദന സഹിക്കാൻ പറ്റാതെ. എല്ലാവരും നന്നായി വെള്ളം കുടിക്കുക കേട്ടാ. എന്താ പറയുക, പ്ലെയിനിൽ നിന്ന് കറങ്ങി ഞാൻ സഹിക്കാൻ പറ്റില്ല. എത്ര പ്രാവശ്യം പ്ലെയിനിൻ്റെ ഉള്ളിലത്തെ ബാത്റൂമിന് കുറേ പ്രാവശ്യം പോയി. ബാത്റൂമിൽ മൂത്രിക്കാൻ മുട്ടിയിട്ടല്ല മൂത്രത്തിൽ കല്ല് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി മൂത്രിക്കുന്നു. മാറിട്ട് വെച്ചിട്ടേ എന്നിട്ടും വെള്ളം കുടിച്ചിട്ട് മാറുന്നില്ല. അതിന് മരുന്ന് കഴിക്കാം, നല്ല മരുന്ന് കഴിക്കാം വന്നു കഴിഞ്ഞാൽ കേട്ടാ. ഹോമിയോ മരുന്നുണ്ട്, ഇതോ ഹോമിയോ ഉണ്ട്. അപ്പം ആ കഴിച്ചാൽ മാറും. നമ്മൾ ഓപ്പറേഷൻ ചെയ്തിട്ട് പൈസ കളയണ്ട. ഓപ്പറേഷൻ ചെയ്യണ്ട. ഓപ്പറേഷൻ ദുബായിൽ നിന്ന് ചെയ്യാൻ നല്ല 22,000 പറഞ്ഞു. ഗൾഫിൽ 22,000 പറഞ്ഞു ഗൾഫിൽ. അപ്പോൾ 22,000 ഗൾഫിൽ 22,000 പറഞ്ഞാൽ നാട്ടിലത്തെ 7 ലക്ഷം റുപ്യ കയ്യിലേ. ഞാൻ നാട്ടിൽ ഓപ്പറേഷൻ ചെയ്തില്ല, മരുന്ന് മേടിച്ച് അല്ല ചെറിയ ചെക്കിങ് ചെയ്തു. അപ്പോൾ അതിനെ കൂട്ടിയിട്ട് 3,000 റുപ്യ അല്ല നാട്ടിൽ 3,000 റുപ്യ ആയിരുന്നുള്ളൂ മൊത്തം. മരുന്നും ഇതെല്ലാം കൂട്ടിയിട്ട് മെഡിസിൻ ഹോസ്പിറ്റൽ കേസ് കൂട്ടിയിട്ട് മൊത്തം 3,000 റുപ്യ ആയി. അത് ഗൾഫിൽ 22,000 റുപ്യ പറഞ്ഞു, അത് നാട്ടിലേക്ക് 7 ലക്ഷം റുപ്യ ആയി കേട്ടാ. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക, നന്നായി വെള്ളം കുടിക്കുക. കുട്ടികളായാലും വലിയ നോമ്പ് കേട്ടാ, നന്നായി വെള്ളം കുടിക്കുക കേട്ടാ. പറയുന്നത് നിർത്താം കേട്ടാ. ഓവർ അതിനനുസരിച്ച് എല്ലാം കിട്ടില്ല, എല്ലാ ഭാഗം കിട്ടില്ല കേട്ടാ. ഓക്കെ, നന്നായി വെള്ളം കുടിക്കുക, അതെനിക്ക് പറയാനുള്ളൂ കേട്ടാ. ഓക്കെ, പിന്നെ ബോഡി ശ്രദ്ധിക്കാൻ പോകും. ജിമ്മിനൊക്കെ പോയിക്കോ നല്ലതാണ്. ആണായാലും പെണ്ണായാലും ജിമ്മിന് പോയിക്കോ നല്ലതാണ് കേട്ടാ. ജിമ്മിന് പോയി നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവും, ഒരു ഉന്മേഷം ഉണ്ടാവും, ചൊടി ഉണ്ടാവും. എന്ത് കാലത്ത് ഇപ്പോൾ എയർപോർട്ടിൽ പോകാനാ, അല്ലെങ്കിൽ എയർപോർട്ടിൽ കൊണ്ടാക്കാനാ, പുലർച്ചെ 3 മണിക്കായാലും 4 മണിക്കായാലും 2 മണിക്കായാലും കൊണ്ടാക്കി കൊടുക്കാനൊക്കെ ഉന്മേഷം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും ജിമ്മിന് പോയി കഴിഞ്ഞാൽ. അല്ലാത്തേക്ക് ഉറക്കത്തിൽ വിളിക്കുക ഞാനില്ല പോയിക്കോന്ന് പറയുള്ളൂ. അപ്പോൾ ജിമ്മിന് പോയി നമുക്ക് ഉന്മേഷം കൂടുതൽ കിട്ടും കേട്ടോ. ഓക്കെ, ഞാൻ അത് നീട്ടില്ല. ഓക്കെ.